ഞാൻ CA ഫൗണ്ടേഷൻ ചെയ്തത് എൻ്റെ നാട് കണ്ണൂർ, എൻ്റെ നേറ്റീവ് പ്ലേസ് കണ്ണൂരാണ്, അടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഞാൻ അവിടെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ വളരെ കുറച്ച് സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവർ കുറച്ച് ക്രിസ്പായിട്ട് കുറച്ച് ആൾക്കാരെ കൂടുതൽ അറ്റൻഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ എന്തോ ഒരു 3 മാസം കൊണ്ട് എനിക്കും എൻ്റെ കൂടെ വന്ന അവർ വിശ്വസിച്ച് വന്ന കുറച്ച് കുട്ടികൾക്കും ഇതൊന്നും റെഡി ആവുന്നുണ്ടായിരുന്നില്ല ഈ ക്ലാസ്. കാരണം അവർ പലപ്പോഴും ഇന്നത്തെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുമെന്ന് പറയും, പിന്നെ അത് തലേന്ന് പോലും പറയില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണെങ്കിൽ 9 മണിക്ക് മെസ്സേജ് വരും, ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ക്ലാസ് ഇങ്ങനെ ബൾക്ക് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് റെഡി ആവുന്നില്ല. അങ്ങനെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ്, ലക്ഷ്യ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം നിങ്ങൾക്കില്ല സപ്പോർട്ട് അങ്ങോട്ട് ചെയ്തു തരാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ലക്ഷ്യയിലേക്ക് വരുന്നത്. അത് ആ സമയത്ത് ലക്ഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യയിലേക്ക് വന്നു. അവിടെ 600 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലക്ഷ്യയിൽ ഓരോരോ അവരാന്നേരം സ്ട്രാറ്റജി, അങ്ങനെ ഞങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ അതുപോലെ അക്കൗണ്ട്സ്, അഡ്വാൻസ് അക്കൗണ്ട്സ് എല്ലാ ക്ലാസ്സും ഞങ്ങൾ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തു. എന്താ പറയുക, നല്ല ക്ലാസ്സായിരുന്നു. 600 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഒരു ആൾക്കാർ അവരിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ആ ഒരു ടീം അവരുണ്ടായിരുന്നു അവിടെ. ഒരാളെ കെയർ ചെയ്യണം, എന്തൊക്കെ വേണം, ഒരാൾക്കത്തെ അറ്റൻഷൻ നല്ല ഉണ്ടായിരുന്നു. കാരണം സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറച്ചിട്ടല്ല അവർ ഒരാൾക്ക് അറ്റൻഷൻ കൊടുക്കുന്നത്. അപ്പം എണ്ണം കൂടുമ്പോൾ അവരതിനനുസരിച്ച് ആൾക്കാർ അവരുടെ ടീം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എന്നെ അവിടുന്ന് ക്ലിയർ ചെയ്യാൻ എന്നെ സഹായിച്ചു, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. കാരണം എൻ്റെ ഫ്രണ്ട് ഇവിടെ ഫാക്കൽറ്റി ആയിരുന്നു, അമൽ ഉണ്ണികൃഷ്ണൻ തൊട്ട്. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ 100% കവറേജ് CAക്ക് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ക്രിസ്പ് ചെയ്യുക, അതായത് നമ്മൾ ഫുള്ളി ഉള്ള ആ മെറ്റീരിയൽ നമ്മൾ ക്രിസ്പായിട്ട് എങ്ങനെ ഷോർട്ടാക്കി നമ്മൾ 75% സിലബസ് 100% കവർ ചെയ്യാം. അങ്ങനെ നമുക്ക് നടക്കുള്ളൂ. അല്ലാതെ 100% കവർ ചെയ്ത് നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം 100% നമ്മൾ കവർ ചെയ്യുന്നതനുസരിച്ച് ബാക്കി നമ്മൾ എക്സാം ഓറിയൻറ്റഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ ഒരു 120 മാർക്കിന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മളിപ്പോൾ 100% കവർ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം 100 മാർക്കിന് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ 100 മാർക്കിന് എത്ര നല്ല രീതിയിൽ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ലക്ഷ്യൻ്റെ മെറ്റീരിയൽ ഒരുപാട് സഹായിച്ചു. കാരണം വെച്ചാൽ അവർ മെറ്റീരിയൽ ക്രിസ്പായിട്ട് തരിക. ലക്ഷ്യൻ്റെ മെറ്റീരിയൽ വളരെ ക്രിസ്പാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാംഗ്വേജ് ഒരു ഘടകമാണ്. കാരണം ലോൻ്റെ ലാംഗ്വേജ് നമ്മൾ എഴുതാം, ഓൺ ലാംഗ്വേജ് എഴുതാം. പക്ഷേ നമ്മളെ ലോ എഴുതാൻ പാടില്ല. അപ്പോൾ അതന്നെയാണ് അവർ പറഞ്ഞത്. നമ്മൾ ഓൺ ലാംഗ്വേജിൽ എഴുതാം, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ക്രിസ്പാക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിലല്ല കാര്യം. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് അത് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ 400-ൽ 350 അടിക്കണം എന്നില്ലല്ലോ. നമുക്ക് പാസ് 400-ൽ 200 മതി പാസ്സാകാൻ വേണ്ടിയിട്ട്. ഒരു ഗ്രൂപ്പ് പാസ്സാകാൻ 200 മതി. അപ്പോൾ നമ്മൾ 100% കവർ ചെയ്തതിനേക്കാളും നല്ലത് 75% 100% കവർ ചെയ്യാം. അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജിയും. അതുകൊണ്ടാണ് ഈ തവണ പാസ്സായത്. ലക്ഷ്യയിൽ വന്നപ്പോൾ ലോ ആയാലും ഓഡിറ്റ് ആയാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. തിയറി പേപ്പർ നമുക്ക് അങ്ങനെ കാണാപ്പാടെ ഫുള്ളി എൻ്റയർലി പഠിച്ചിട്ട് പോകാനും പറ്റില്ല. നമുക്ക് ചെറിയ ഷോർട്ടാക്കി പഠിക്കുക, കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഒരുപാട് ചിറ്റ് കോഡ് എല്ലാം ചിറ്റ് കോഡ് ആക്കണമെന്നില്ല. ചില കാര്യങ്ങൾക്ക് ചിറ്റ് കോഡ് ഇല്ലാതെ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ മെമ്മറൈസ് ചെയ്യണമെങ്കിൽ ചിറ്റ് കോഡ് വേണം. അങ്ങനെ ചിറ്റ് കോഡൊക്കെ ഇവർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ചിറ്റ് കോഡ് ഉണ്ട്. അങ്ങനെ ചിറ്റ് കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും ലേൺ ചെയ്യാൻ പറ്റും. കാരണം ചെറിയ നമ്മൾ എക്സാം സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിറ്റ് കോഡ് പെട്ടെന്ന് വർക്ക് ചെയ്യും. നമ്മൾ സാധാ ഇരിക്കുന്ന സമയത്തല്ല നമ്മൾ എക്സാം ടൈമിൽ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുക. അതിൻ്റെ അക്കാടി ഒരു 2-3 നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യും. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ചിറ്റ് കോഡ് എന്താണ്, ആ ചിറ്റ് കോഡിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വരും. അപ്പോൾ ഫുള്ളി ചിറ്റ് കോഡ് ആക്കുന്നതിന് പകരം കുറച്ച് കാര്യങ്ങൾ ഇവർ ചിറ്റ് കോഡാക്കി ഇവർ തന്നെ പറയും. ഫുള്ളി ചിറ്റ് കോഡാക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ചിറ്റ് കോഡാക്കിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. അത് തന്നെയാണ് മെറ്റീരിയൽ ഉള്ളത്. ചില കാര്യങ്ങൾ മാത്രമേ മെറ്റീരിയൽ അങ്ങനെ ചിറ്റ് കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലോക്കായാലും ഓഡിറ്റ് ആയാലും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. വലിയൊരു കാര്യമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ലോൻ്റെ കാര്യത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, ഫേമ എന്ന ആക്ട് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 അങ്ങനെ ഓരോ ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂളിൽ തന്നെ ഒരുപാട് ക്ലോസസ് ഉണ്ടാവും. ആ ക്ലോസസ് പഠിക്കാൻ വേണ്ടി ചെറിയ കോഡുകളാക്കും. നമ്മളിങ്ങനെ ഇന്ന കോഡ് ഒരു കോഡാക്കി വെക്കും. നമ്മൾ പറയില്ല കോഡ്, ആ കോഡാണ് ചിറ്റ് കോഡ് എന്ന് പറഞ്ഞത്. ആ കോഡാക്കി വെക്കും നമ്മൾ. അത് എല്ലാത്തിനും കോഡാക്കി വെച്ചാൽ നമ്മൾ മറന്നു ചെയ്യും. ഇതിനേത് അപ്ലൈ ചെയ്യുക, ഇതിനേത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ചില കാര്യങ്ങൾക്ക് മാത്രം കോഡാക്കി വെക്കുക. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് കണക്ട് ചെയ്യുക. മെയിനായിട്ട് ഓരോന്നിനും കണക്ട് ചെയ്യുക. അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. മിനിമം ടൈമിൽ മാക്സിമം എഫേർട്ട്. നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ചെയ്യണം.
അനാവശ്യമായിട്ട് നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം മോക്ക് ടെസ്റ്റ് നമുക്ക് ഒരു എഴുതി നോക്കണം. കാരണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ, ഒന്ന് എക്സാം നമ്മൾ എഴുതി നോക്കണം. ചിലത് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ പോയിട്ട് എക്സാമിൻ്റെ മെയിൻ എക്സാം എഴുതുമ്പോൾ നമുക്കറിയില്ല എന്തായിരിക്കും എങ്ങനെ എഴുതണം എന്നറിയില്ല. അപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ആദ്യം പറഞ്ഞത് വെച്ചാൽ ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും എഴുതണം. കാരണം ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണം അടുത്ത എക്സാമിനോട് നമുക്ക് റെഡി ആവാൻ വേണ്ടി. ഇവിടെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. മോക്ക് ടെസ്റ്റ് എങ്ങനെ ഒരു എക്സാമിന് വേണ്ടി എങ്ങനെ ഫേസ് ചെയ്യാം, എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഡൂസ് ആൻഡ് ഡോൺസ് അവർ പറഞ്ഞുതരും. അവരൊക്കെ വാല്യൂ ചെയ്തിട്ട് അവർ നമുക്ക് നമ്മൾ മാർക്ക് പറഞ്ഞുതരും. നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അവർ മാർക്ക് പറഞ്ഞുതരും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മളൊരു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിലല്ല കാര്യം. ഹാർഡ് വർക്ക് ചെയ്യണമെന്നല്ല വരുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ചെയ്യണം. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് ഓരോരാൾക്ക് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ തിയറി സബ്ജക്റ്റ് ആയിരുന്നു പ്രശ്നം. ആ തിയറി സബ്ജക്റ്റ് ഞാൻ ഫാക്കൽറ്റീസിനോട് ഇപ്പോൾ ലക്ഷ്യയിൽ വരുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിക്കും ഇതെന്താ ചെയ്യേണ്ടത്, ഓഡിറ്റ് ആയാലും എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ എല്ലാ ദിവസവും റിവൈസ് ചെയ്യാം, കമ്പൽസറി ആയിട്ട് റിവൈസ് ചെയ്യുക. ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റും നമ്മൾ ഒരു ദിവസം കവർ ചെയ്യുക. അതായത് 4 സബ്ജക്റ്റ്. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് ഫൈനലിൽ ഒരു ഗ്രൂപ്പ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ 4 സബ്ജക്റ്റ് ഒരു ദിവസം കവർ ചെയ്യുന്ന രീതിയിൽ എനിക്ക് അവർ ഷെഡ്യൂളാക്കി തന്നു. അമൽ എൻ്റെ ഫ്രണ്ട്, അവർക്ക് അങ്ങനെ ഷെഡ്യൂൾ, ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്, അവരൊക്കെ ഷെഡ്യൂളാക്കി തന്നു. ഇങ്ങനെ രാവിലെ നമ്മൾ ഏർലി മോർണിംഗ് ഇത്ര ടൈം നമുക്ക് ഓഡിറ്റ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു തിയറി പേപ്പർ, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എന്തായാലും മൈൻഡ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുക, ഒരു പവർ നാപ്പ് എടുക്കുക. അതിനുശേഷം നമ്മൾ തമ്മിൽ ഒരു എന്താ പറയുക ഒരു പ്രാക്ടിക്കൽ പേപ്പർ എടുക്കുക. ശേഷം രാത്രിയാകുമ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മളൊരു ലോ നോക്കാം. ഇങ്ങനെ നമ്മളൊരു കംഫർട്ടായിട്ട് നമ്മളിങ്ങനെ കുറച്ച് നോക്കി എല്ലാ ദിവസവും കൺസിസ്റ്റൻസ് ആയിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ദിവസം കുറേ പഠിച്ചു, 10 മണിക്കൂർ പഠിച്ചു, പിറ്റേ ദിവസം 2 മണിക്കൂർ പഠിക്കുന്ന കാര്യമില്ല. പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 5 മണിക്കൂർ ഇങ്ങനെ പഠിക്കുക. ആ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. അത് എല്ലാ ലോയിലെ ഫാക്കൽറ്റി എവിടെ വരുന്ന എല്ലാ ഫാക്കൽറ്റീസും പറയുന്നത് തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് മെയിൻ. എനിക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ തിയറി പേപ്പറിൽ എനിക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല. അതായത് എനിക്കറിയാം ഒരു സബ്ജക്റ്റ് എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, മെറ്റീരിയലിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ എഴുതി നോക്കുക എന്താണെന്ന്. എന്നിട്ട് ഞാനങ്ങനെ പറഞ്ഞ രീതിയിൽ ഞാൻ എൻ്റെ ലാംഗ്വേജിൽ ഞാൻ എഴുതി നോക്കി. അപ്പോൾ അവരെന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ഇത് ഒന്നും കൂടെ മാറ്റി ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ആകുന്ന രീതിയിൽ ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റഡ് ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നത് അവരെ മെറ്റീരിയൽ അനുസരിച്ചാണ് സജസ്റ്റഡ് ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ലാംഗ്വേജിൽ എഴുതാം, കുഴപ്പമില്ല. പക്ഷേ അവരെ ലാംഗ്വേജിലേക്ക് ഒരു ഇത് വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് വരില്ല. ഇപ്പോൾ ചില സമയം 5 മാർക്കിൽ ഒരു 3 മാർക്കും കിട്ടണമെങ്കിൽ ആ രീതിയിലേക്ക് വരണം. നമ്മൾ ഓൺ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടെന്നല്ല, ഓൺ ലാംഗ്വേജ് യൂസ് ചെയ്യാം, പക്ഷേ എന്നിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലേക്ക് വരുന്ന രീതിയിലേക്ക് വരണം. അതാണ് എൻ്റെ വീക്ക് പോയിൻ്റ് ആയിട്ട് തോന്നിയത്. അതാണ് കാരണം ഞാൻ പേപ്പർ എടുത്ത്, അതായത് നമുക്ക് ആൻസർ ഷീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും, ഒരു 10 രൂപ കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ആ ആൻസർ ഷീറ്റ് എടുത്ത് നോക്കിയിട്ട് അവർ എന്നോട് നോക്കി പറഞ്ഞത് തന്നെയാണ്. കാരണം നിനക്ക് അറിയാം, കാര്യങ്ങളറിയാം, പക്ഷേ ആ കാര്യങ്ങൾ എഴുതുന്ന രീതി തെറ്റാണ്. കാരണം അവർക്ക് അവരുടേതായ രീതിയിൽ വേണം. ആ രീതിയിലേക്ക് വരുമ്പോൾ മാത്രമേ മാർക്ക് വീഴുള്ളൂ. അതാണ് എനിക്ക് മാർക്ക് വന്നത്. അതായത് 35 ഉണ്ടായത് ഓഡിറ്റിൻ്റെ മാർക്ക് എനിക്ക് 56 മാറിയത് ആ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം 21 മാർക്കാണ്, പറയുമ്പോൾ 21 മാർക്കാണ്, പക്ഷേ അഗ്രഗേറ്റിലേക്ക് എത്താൻ ആ 21 മാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഓഡിറ്റിന് അത്രയും മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് നല്ല കാര്യം, കുറച്ച് പണിയുണ്ട്. അത് എനിക്ക് നല്ല ഇമ്പ്രൂവൈസ് ആയി. ആ ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുമ്പോൾ നല്ല ഇമ്പ്രൂവൈസ് ആയി. ഞാൻ ആ പേപ്പർ എടുത്ത് നോക്കിയാലും എനിക്കത് മനസ്സിലായി. കാരണം മാർക്ക് അന്നേരം വീഴുന്നുണ്ടായിരുന്നു. അതാണ് ഏറ്റവും എൻ്റെ വീക്ക് പോയിന്റ് പറയാനുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം പേപ്പർ തന്നെ മെയിനായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മളെ ആൻസറായിട്ട് നമ്മൾ എഴുതി പഠിക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ചും കൂടെ സ്പീഡിൽ നമ്മൾ ചെയ്യാൻ പറ്റും. അതാണ് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത്. എൻ്റെ വീക്ക് പോയിൻ്റ് എൻ്റെ പ്ലസ് പോയിൻ്റ് ആക്കി മാറ്റി. അത് ലക്ഷ്യ ഹെൽപ്പ് ചെയ്തത് തന്നെ. എനിക്ക് എൻ്റെ പേപ്പർ അവർ വാല്യൂ ചെയ്ത്, ഞാൻ എഴുതുന്നത് അവർ വാല്യൂ ചെയ്ത് എനിക്ക് ഒരാൾ പറഞ്ഞു തരാൻ വേണമല്ലോ. ഞാൻ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്താ പ്രശ്നം എന്നറിയില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റീസിനോട് ഞാൻ സംസാരിച്ച് അവർ എൻ്റെ പേപ്പർ ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത്, അപ്പോൾ അവർ എന്ത് വാല്യൂ ആയിട്ട് പറഞ്ഞു തന്നു. ഇന്ന് ഓരോ കാര്യങ്ങൾ ഹാൻഡ് റൈറ്റ് നീറ്റാക്കാനും, പിന്നെ അതുപോലുള്ള ചില പ്രോപ്പർ ഹെഡിങ്, ചില കാര്യങ്ങൾക്ക് ഹെഡിങ് വേണം. പിന്നെ അതുപോലെ നമ്മൾ ഒരു എൻട്രി ഇടുമ്പോൾ അതിൻ്റെ ജേണൽസ് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം, ജേണൽ വേണം. അങ്ങനെ ജേണൽ അത് ഓരോരോ കാര്യങ്ങൾ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ എക്സാം എഴുതണം. കാരണം അവർക്ക് ആൻസർ വരുന്നത് ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാണ്. ആ സ്ട്രക്ചേർഡ് ഫോർമാറ്റിലേക്ക് അവർ മാറ്റി തന്നു എന്നുള്ളതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു ഇത് പറയുന്നത്. നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയും ഒരു തവണ ക്ലാസ് കേട്ടവർക്ക് മാത്രമേ ക്രാഷ് കൊണ്ട് കാര്യമുള്ളൂ എന്ന്. അങ്ങനെയല്ല ശരിക്കും. നമുക്കൊരു
ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇന്നത്തെ സബ്ജക്റ്റ് ഒരു ഇത്ര കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ക്രാഷ് കൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം വെച്ചാൽ നമ്മൾ മിനിമം ടൈം കൊണ്ട് മാക്സിമം കവറേജ് അത് ഫുൾ കവറേജ് കിട്ടണമെന്നില്ല. നമുക്കെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായാലും എത്ര ക്ലാസ് കിട്ടിയാലും അവസാനം നമ്മളൊരു എഫേർട്ട് ഇടണം. അപ്പോൾ ആ എഫേർട്ടിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ക്രാഷ് കോഴ്സ് നല്ലോണം സഹായിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ലോക്ക് ഇപ്പോൾ ഒരു 5 days ക്ലാസ് കിട്ടുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് നമുക്കൊരു അറിയാൻ പറ്റും, ഇന്നതാണ് കാര്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സെൽഫ് കുറച്ച് ട്രൈ ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല. കാരണം എന്ത് തന്നെയായാലും CA ഫൈനലായാലും നമ്മളൊരു 30% ക്ലാസ്സും നമ്മൾ 70% എഫേർട്ടുണ്ട്. ആ 70% എഫേർട്ട് എങ്ങനെ ഇടണം എന്നുള്ളത് സഹായിക്കാൻ ഫാക്കൽറ്റീസിന് പറ്റും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം വെച്ചാൽ നമ്മൾ എത്ര ക്ലാസ് കേട്ടാലും നമ്മൾ ആ ക്ലാസ്സിൻ്റെ അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ലാസ് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഇല്ല. ഞാൻ ആദ്യം വേറെ സ്ഥലത്ത് ക്ലാസ് പോയതാണ്. അതിനുശേഷം പോയിട്ട് എനിക്കതൊരു ബെനിഫിറ്റായി തോന്നില്ല. കാരണം ക്ലാസ് ഓക്കെ പ്രശ്നമില്ല. പക്ഷേ അതെങ്ങനെ നമ്മൾ കൺവേർട്ട് എഫേർട്ട് നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാൻ ഒരു മെൻറ്ററിനൊരു ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അറിയില്ല ഇത് എങ്ങനെയൊക്കെ ചെയ്യണം. കാരണം ചില സമയം 2-3 വർഷം തോറ്റിട്ടായിരിക്കും നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ടാവുക, ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അവർക്ക് മുമ്പ് വേറെ ആൾക്കാരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കത് പറയാൻ പറ്റും. കാരണം ഇങ്ങനെ ചെയ്താൽ മതി, എനിക്കങ്ങനെ റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ അവനുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ബോത്തടിച്ച് പാസ്സായത്. അപ്പോൾ എനിക്കത് അത്ഭുതമായിരുന്നു. കാരണം ഇങ്ങനെ പറ്റുന്നു. കാരണം ഞാൻ ഒരു തവണ ഫസ്റ്റ് ടൈം തോറ്റപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യേണ്ടത്. കാരണം അതായത് ഓരോ സബ്ജക്റ്റും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതി ചെയ്യണം. കാരണം നമ്മൾ കുറേ പഠിച്ചുകൊണ്ട് കാര്യമില്ല, കുറേ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്കിത് റെഡിയാക്കാൻ പറ്റും, അതാണ് അവന് പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ ഓരോ സബ്ജക്റ്റും നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റിന് ഇങ്ങനെ 10 മണിക്കൂർ വേണം, അല്ലെങ്കിൽ 16 മണിക്കൂർ ഇരിക്കണം. അങ്ങനെ ഓരോ മണിക്കൂർ വെച്ച് ഇരിക്കുന്നതിലല്ല കാര്യം. നമ്മളൊരു കുറച്ച് സമയം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഡെഡിക്കേഷനിൽ ഇരുന്നിട്ട് നമ്മൾ റെഡിയാക്കാൻ പറ്റും. ലക്ഷ്യയിൽ നമ്മൾ 4 ദിവസം ക്ലാസ് ഇരുന്നത്. അപ്പോൾ ഞാൻ ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് ലക്ഷ്യയിൽ എക്കണോമിക്കിൽ ലോയിൽ എക്കണോമിക്കിൽ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം പ്രൊവൈഡ് എന്ന് വെച്ചാൽ എക്കണോമിക് ലോ ആദ്യം പഠിപ്പിക്കാം. അപ്പോൾ എക്കണോമിക് ലോ ഒരു 2 ദിവസം പഠിപ്പിച്ച് പിന്നെ കമ്പനിയിലൊക്കെ വന്നു. അപ്പോൾ ലക്ഷ്യൻ്റെ മാർക്സ് ലോൻ്റെ മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 30 മാർക്ക് പിന്നെ എക്കണോമിക് ലോവും 70 മാർക്ക് കമ്പനി ലോ ആണ്. അപ്പോൾ കമ്പനി ലോ എല്ലാവരും പഠിക്കും, എല്ലാ സ്റ്റുഡൻസും കമ്പനി ലോ പഠിക്കും. പക്ഷേ കമ്പനി ലോ എപ്പോഴും ടഫായിരിക്കും. കോർപ്പറേറ്റ് എക്കണോമിക് ലോ എളുപ്പമായിരിക്കും, പക്ഷേ എല്ലാവരും സ്കിപ്പാക്കി വിടും. ലക്ഷ്യം ചെയ്യുന്നത് വെച്ചാൽ ആദ്യം കോർപ്പറേറ്റ് എക്കണോമിക് ലോ പഠിപ്പിച്ചു 30 മാർക്കിൻ്റെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് സെക്യൂർ ആക്കി തന്നു. കമ്പനി ലോ നമ്മൾ എന്തായാലും കുറച്ച് നമുക്ക് അറിയായിരിക്കും, കമ്പനി നമ്മൾ എന്തായാലും പഠിക്കുകയും ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് എന്തായാലും അതൊരു പ്ലസ് പോയിൻ്റ് ആക്കി. കാരണം വെച്ചാൽ എക്കണോമിക്കിൽ നമുക്ക് 30 മാർക്കിൻ്റെ സാധനം എങ്ങനെ പഠിച്ചാൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് കിട്ടിയോണ്ട് എനിക്ക് ഈ 3-4 ദിവസം കൊണ്ട് നല്ല രീതിയിൽ ക്ലാസ് കിട്ടുന്നുണ്ട്. എനിക്ക് 30 മാർക്കിൽ ഒരു 25 മാർക്കിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എക്സാമിന്. അതൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ക്രാഷ് കൊണ്ട് കിട്ടിയാൽ മാത്രം പ്ലസ് പോയിൻ്റാണ്. കാരണം എക്കണോമിക്കിലോ നമ്മൾ അത്രയും എന്താ പറയുക, ആരും എക്കണോമിക്കിലോ അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനില്ല. കാരണം ഫേമ ആയാലും വലിയ ചാപ്റ്റർ എന്തെങ്കിലും ഫേമ, അതുപോലെ ഫോറിൻ കോൺട്രിബ്യൂഷൻ, അതുപോലെ അങ്ങനെ IBC നമ്മളിങ്ങനെ ഇതിൽ കാര്യങ്ങൾ സ്കിപ്പാക്കി വിടും. കാരണം 30 മാർക്കിന് അല്ലേ എന്ന് വെച്ചു. കാരണം 30 മാർക്ക് തന്നെയാണ്. കാരണം 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവർ കമ്പനിയിൽ ഓരോ എപ്പോഴും കുറച്ച് കടുപ്പോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, കുറച്ച് ടിസ്റ്റ് ചെയ്യും. പക്ഷേ എക്കണോമിക്കിലോ അധികം ടിസ്റ്റ് ചെയ്യാറില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ 30 മാർക്കിൽ എനിക്ക് 25 മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഏത് ക്രാഷിന് അറ്റൻഡ് ചെയ്യാറോ അത് തന്നെയാണ് എൻ്റെ മാർക്ക് വന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മാർക്ക് 24 മാർക്കേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ എനിക്ക് 48 ആ റേഞ്ചിലേക്ക് വന്നു. ഞാൻ കമ്പനിയിലോ എനിക്ക് കുറച്ച് അറിയായിരുന്നു മുമ്പേ, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ്. അതിൻ്റെ ലക്ഷ്യം എനിക്ക് ആ ഒരു ക്രാഷ് കൊണ്ട് മാത്രം കിട്ടിയ ബെനിഫിറ്റാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ഫീൽ. നമ്മൾ എവിടെ പോകുമ്പോഴായാലും നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായാലും നമ്മൾ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ഇവനൊന്നും ആയില്ല, ഇവൻ എത്ര കാലമായി പഠിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മാരേജിന് പോകുമ്പോഴായാലും നമുക്കൊരു ഫ്രണ്ട്സിൻ്റെ മാരേജ് കഴിയുന്നവർക്ക് നല്ലത് തന്നെ, നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് ക്വാളിറ്റിയാണ്. കാരണം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും ആവുന്നില്ല, ഇവൻ എത്ര കാലമായി പഠിക്കുന്നത്. നാട്ടിൽ പോകുമ്പോഴായാലും ഒരു നമുക്കൊരു എവിടെ പോയാലും നമ്മുടെ റെസ്പെക്റ്റ് കിട്ടുന്നില്ല പോട്ടെ, നമ്മളെപ്പോഴും അവഗണനയുണ്ട് എപ്പോഴും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെ ആൾക്കാരെ സമീപനം ഒക്കെ മാറി. പണ്ട് ഫംഗ്ഷന് വിളിക്കാത്ത ആൾക്കാർ ഇപ്പോൾ ഫംഗ്ഷൻ വിളിക്കാൻ തുടങ്ങി. ഇവൻ CA-കാരനാണ്, പാസ്സായി എന്നൊക്കെ പറയാൻ തുടങ്ങി. ഒരു വല്ലാത്ത ഒരു അനുഭവം. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് കിട്ടാത്ത റെസ്പെക്റ്റൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഒരാഴ്ച കൊണ്ട് നമുക്ക് കിട്ടുന്നു. നമ്മൾ ഒരുപാട് ഭയങ്കര ഫീലിങ്സ്. നമ്മളൊരിക്കലും എന്താ പറയുക, നമ്മളെ വിട്ടുപോയിട്ട് ഒരാൾ തിരിച്ചു വരില്ല എന്ന ആൾക്കാർ പെട്ടെന്ന് തിരിച്ചു വന്ന് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ പല ഇൻസിഡൻസ്. എന്താ പറയണതല്ല, ശരിക്കും എന്താ പറയുക, ഒരു മാജിക് സംഭവിച്ച പോലെ.
ഭയങ്കര ഫീലിംഗ്. നമ്മളെ നാട്ടുകാർ നമ്മളെ ഒരു നല്ല രീതിയിൽ എത്തിപ്പെട്ടുന്ന രീതിയിൽ അംഗീകരിക്കുന്നു. ഒരുപാട് എന്താ പറയുക അനുമോദനങ്ങൾ ചടങ്ങ് വരുന്നു. ശരിക്കും അവർ ഉള്ളിൽ നിന്ന് എൻജോയ് ചെയ്യുക. കാരണം നമ്മളിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം നമ്മളൊരു എന്താ പറയുക അടിച്ച് കത്തിയാക്കി എന്നല്ലോ പറയുന്ന പോലെ നമ്മൾ ആ ഒരു ഫീലിലേക്ക് വരികയാണ്. കാരണം നമ്മൾ ഓരോ മൊമെൻറ്റും ഇപ്പോൾ ഇൻക്ലൂഡിങ് എൻ്റെ നാട്ടിലിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് ഫസ്റ്റ് ഞാൻ ആയത്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു 2-3 ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പല രീതിയിൽ എന്താ പറയുക ഇങ്ങനെ ഫാമിലി പ്രഷർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പ്രായം കഴിയുമ്പോൾ ഒരുപാട് പ്രഷേഴ്സ് വരും. ആ പ്രഷേഴ്സൊക്കെ വരുമ്പോൾ അവരിങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിട്ടു പോകണം എന്നാൽ അവസാനം ഡ്രോപ്പ് ചെയ്ത് പോകും. പക്ഷേ സ്റ്റിക്ക് ഓൺ അവസാനം ഇതൊരു ഫസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ആ ഒരു എനർജി വേറെ തന്നെ. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ അംഗീകരിക്കും. നമ്മളോട് പിന്നീട് ഒരുപാട് ആൾക്കാർ ചോദിക്കും എങ്ങനെ നീ എങ്ങനെ പാസ്സായി. ആ ഒരു ഭയങ്കര മോട്ടിവേഷൻ വരും. കാരണം നമുക്ക് തന്നെ നമ്മളൊരാൾക്കാരോട് നമ്മൾ പറയും ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുമ്പോൾ അവർക്ക് മോട്ടിവേഷൻ, നമുക്കൊരു വല്ലാത്തൊരു എനർജി ഉണ്ടാവും. കാരണം നമ്മളോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചു, നമ്മളൊരു നിലയിൽ എത്തിയിട്ട് ആയിരിക്കുമല്ലോ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ അതുവരെ നമുക്കിങ്ങനെ പറയാൻ പേടിയായിരിക്കും. കാരണം എൻ്റെ താഴെ ഒരാൾ പഠിക്കുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ എനിക്ക് ഇവനോട് പറയണം എന്നൊക്കെ ചെയ്യണം എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കൊരു പേടിയായിരുന്നു. കാരണം ഞാനൊരു സ്റ്റാൻഡിലെത്താണ്ട് അല്ലെങ്കിൽ ഞാനൊരു നിലയിലെത്താണ്ട് അവരോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പാസ്സായി കഴിഞ്ഞതിന് ശേഷം അവനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും ചെയ്തു അവനോട്, കാരണം നീ ഒരിക്കലും ഡ്രോപ്പ് ചെയ്ത് വിടരുത്. കാരണം പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇത് എഴുതി കിട്ടിയിട്ട് അതിന് ശേഷമുള്ള ജേണി അത് ഭയങ്കര രസമാണ്. കാരണം നമ്മൾ ഒരു ഫീൽ വരും. കാരണം നമ്മൾ സമൂഹം അംഗീകരിച്ചല്ലോ, നമ്മളൊരു എന്താ പറയുക ഒരു ഡിഗ്നിഫൈഡ് ഒരു ഡിഗ്നിറ്റി കിട്ടും നമുക്ക്, സമൂഹത്തിലൊരു റെസ്പെക്റ്റ്. അതൊക്കെ ഇതുകൊണ്ടൊരു മാറ്റം, ഇതുകൊണ്ട് മാത്രം വന്ന മാറ്റങ്ങളാണ്. എല്ലാ അതിലും നമുക്കൊരു എന്താ പറയുക, നമ്മൾ എവിടെ പോയാലും നമ്മൾ എന്താ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആ ഒരു ഫീൽ വരും നമുക്ക്. അത് ഭയങ്കര രസമാണ്. അതെന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു ശരിക്കും അത് അനുഭവിക്കാനാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ക്ലിയർ ആവാത്ത ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഒരിക്കലും വിട്ട് കളയരുത്. കാരണം പല പ്രശ്നങ്ങളുണ്ടാവും, ഒരിക്കലും വിട്ട് കളയരുത്. കാരണം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ഒരു സ്റ്റോറിയാണ്. കാരണം ഇതൊക്കെ നമ്മുടെ മോട്ടിവേഷൻ സ്റ്റോറിയാണ്. ഇത്ര നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇത്ര വന്നത്, അതൊരു സ്റ്റോറിയാണ്. കാരണം എന്തിനാണ് നമ്മൾ ഇത്രയും ഏതായാലും നമ്മൾ എഫേർട്ട് ഇടുന്നത്. കുറച്ചും കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ നമ്മൾ മാറും, എന്തായാലും മാറും. നമ്മൾ ഒരു ടൈം ഒരാൾക്ക് വരും, അപ്പം ആ ടൈം ആയേക അതാ പറയുള്ളത് വരും, ഒരു സംഭവം വരും. അത് അത്രയൊക്കെ പറയാനുള്ളൂ. ഒരിക്കലും വിട്ടുകൾ ഡ്രോപ്പ് ചെയ്ത് കളരുത് ആരും. നമുക്കത് ഒരു ടൈം ഉണ്ടാവും, നമ്മളത് ലൈഫിൽ പിന്നെയും ചെയ്യും. അത്ര പറയാനുള്ളൂ. ചിലപ്പം നമ്മൾ തോക്കും പക്ഷേ എഴുന്നേറ്റ് ഓടുക. വിക്രമാദിത്യത്തിൽ പറയുന്ന പോലെ എഴുന്നേറ്റ് ഓടുക, അത്ര പറയാനുള്ളൂ. എഴുന്നേറ്റ് ഓടുമ്പോൾ ഒരു ദിവസം നമ്മൾ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസമാണ് കഴിഞ്ഞ ഈ ഒരാഴ്ച മുന്നേ വന്നത്. കാരണം നമുക്ക് വേണ്ടി അന്ന് കരഞ്ഞ ആൾക്കാരൊക്കെ മുഖത്തുണ്ടാകുന്നൊരു ചിരിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഉമ്മാൻ്റെ മുഖത്തിലെ ചിരി. ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇത് മാത്രം. കാരണം നമ്മൾ ചില സമയം നമ്മൾ ഉപ്പയൊക്കെ നമ്മളോടൊന്നും പറയില്ല, എന്താ പറയുക നീ എന്താ പണിക്ക് പോകാത്തൊന്നും പറയില്ല. പക്ഷേ അത് അവർക്ക് വിഷമമെന്ന് അറിയാം. എനിക്ക് നല്ലോണം വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ നിന്ന് ഒരു 10-27 വയസ്സായി 10-27 വയസ്സ് കഴിഞ്ഞ് എന്നിട്ടും ഞാൻ എൻ്റെ ഉപ്പാനെ പണിക്കൂടുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് ജയിച്ച് കഴിഞ്ഞാൽ ഉപ്പാൻ്റെ മുഖത്തിലെ സന്തോഷം, എനിക്ക് എന്തെങ്കിലും എൻ്റെ ഫാമിലി കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കോൺഫിഡൻസ് അങ്ങനെ വരുമ്പോൾ ഒരു ഇതുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.